നമസ്കാരം. അപ്പോൾ ഒരു ഉസ്താദിൻ്റെ സംസാരം ഞാൻ കേട്ടുകൊണ്ടിരിക്കണായിരുന്നു. അപ്പോൾ അദ്ദേഹം പറയണതാണ് മുഹമ്മദ് 6 വയസ്സുള്ള പെൺകുട്ടിയായിട്ട് ബന്ധപ്പെട്ടു എന്ന് പറയുന്നത് തെറ്റാണ്. 6 വയസ്സല്ല, 10 വയസ്സുള്ള പെൺകുട്ടിയായിട്ടാണ് മുഹമ്മദ് ബന്ധപ്പെട്ടതെന്ന് ഉസ്താദ് പറയണേ. ഇയാൾക്ക് നാണം ഉണ്ടായി? ഉസ്താദിന് നാണം ഉണ്ടായി? 10 വയസ്സാണെങ്കിൽ എന്താ? 10 വയസ്സുള്ള നിങ്ങളുടെ മോളെ ഒരു 56 വയസ്സുള്ള ഒരു കിളവന് നിങ്ങൾ കെട്ടിച്ചു കൊടുക്കും? എന്തൊരു ഭ്രാന്താണ് ഈ വിളിച്ച് പറയണത്. എന്നിട്ട് അതിനെ ന്യായീകരിക്കാൻ കുറേ പേര്, പക്ഷേ കുറേ മുസ്ലിങ്ങളും അതിനെ എതിർത്ത് പറയണ്ടട്ടെ. ഇയാളെന്ന് അറിയണമെന്ന് മുസ്ലിങ്ങൾ തന്നെ ആ പോസ്റ്റിൻ്റെ താഴെ വന്ന് എഴുതുന്നുണ്ട്. അതൊരു നല്ലൊരു കാര്യമാണ്. കാരണം ഇതൊക്കെ എന്താണ് ഈ ഒരു പറയണതിനൊരു ലിമിറ്റില്ലേ ഭായി? 10 വയസ്സുള്ളപ്പോഴാണ് ഇത് സംഭവിച്ചത്. ഇത് 6-ാം വയസ്സിലാണ് സംഭവിച്ചതെന്ന് പറയണവനെ ഭൂമിയിൽ വെച്ചേക്കാൻ പാടില്ലെന്ന്, കൊല്ലണമെന്നാണ് പറയണത്. ഏത് ഇങ്ങനെ ഒരു നാറിത്തരം കാണിച്ചതിനെ വിമർശിക്കുന്ന ആൾക്കാരെ കൊല്ലണമെന്നാണ് ഉസ്താദ് പറയണത്. മനസ്സിലായോ? ഭൂമിയിൽ വെച്ചേക്കാൻ പാടില്ലെന്ന് പറഞ്ഞാൽ കൊല്ലണമെന്ന്. സത്യത്തിൽ ഭൂമിക്ക് ഭാരം എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള ഉസ്താദുക്കളാണ്. പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ, ഈ ഉസ്താദുക്കളുടെ ഈ തള്ളു കാരണം കുറേ മുസ്ലിങ്ങൾ ഇത് മനസ്സിലാക്കി ഇതിൻ്റെ അകത്ത് പുറത്ത് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഉസ്താദുക്കളെ ഇങ്ങനെ ഇവർ തള്ളിക്കൊണ്ടേ ഇരിക്കുന്തോറും ആൾക്കാർ ഇതിൻ്റെ അകത്ത് നിന്ന് മോചനം നേടി പുറത്ത് വരും. അങ്ങനെ ഒരു ഗുണമുണ്ട്. മനസ്സിലായോ? എന്ത് പറയാനാണ് ഭായി? 10 വയസ്സെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കൊച്ചല്ലേ? 10 വയസ്സെന്നൊരു ചെറിയ കുട്ടിയല്ലേ? അതിന് 56 വയസ്സുള്ള മുഹമ്മദിന് അത് എന്തൊരു നാണം കെട്ട പരിപാടിയാണ്. അതിനെ ന്യായീകരിക്കാൻ വേണ്ടി ഉസ്താദുകൾ ഇറങ്ങിയേക്കട്ടെ. 6 വയസ്സ് പോട്ടെ, 6 അല്ല 7 അല്ല 8 അല്ല 9 അല്ല 10 ആണെങ്കിലും അത് തെറ്റ് തന്നെയാണ്. 10 വയസ്സും 56 വയസ്സെന്ന് പറയുമ്പോൾ 46 വയസ്സ് വ്യത്യാസമായി. ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പൂപ്പൻ്റെ പ്രായമുണ്ട്, അപ്പൂപ്പനും പേരക്കിടാവുകയാണ്. 56ഉം 10 വയസ്സും എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? എന്നിട്ട് അതിനെ ന്യായീകരിക്കാൻ നോക്കണം. പക്ഷേ ഒരു നല്ല കാര്യമെന്ന് പറഞ്ഞാൽ ധാരാളം മുസ്ലിങ്ങൾ ആ വീഡിയോയുടെ താഴെ ഇയാൾ ഊളയാണ്, ചെറ്റയാണെന്നൊക്കെ പറഞ്ഞ് കുറേ ചീത്തയാളുകൾ പറയേണ്ട ഉസ്താദിന്. അതൊരു നല്ല കാര്യമാണ്. പക്ഷേ അവരൊക്കെ ഇസ്ലാമിൽ നിന്ന് പതിയെ അവർ മോചനം നേടി പുറത്ത് വരും, മനുഷ്യരായി മാറും. കാരണം ഇങ്ങനെ പറയുന്ന ഒരു മതം ഈ ലോകത്തുണ്ടാകാൻ പാടില്ല. പേരക്കിടാവും മുത്തശ്ശനുമായിട്ട് പരിപാടി ചെയ്യണതിനെ ന്യായീകരിക്കണമെന്നുണ്ട്. പിന്നെ ഒരു ഡയലോഗുണ്ട്, ഇത് ഞാൻ കേട്ടതാണ്ട, ഞാൻ വായിച്ചിട്ടൊന്നുമില്ല, അതിനെ പറയണേന്, കേട്ട് അറിവ് വെച്ച് പറയണേ. അതായത് മുഹമ്മദ് ഈ കൊച്ചിനെ കണ്ടു. കൊച്ചിന് 2 വയസ്സുള്ളപ്പോൾ എന്താണ് കണ്ടിട്ട് മുഹമ്മദ് പറഞ്ഞത്രേ, നീ വലുതാവുമ്പോൾ നിന്നെ ഞാൻ കെട്ടുമെന്ന്. അപ്പോൾ ഇയാൾ എന്ത് കാമഭ്രാന്തനായിരിക്കും? ഒരു 2 വയസ്സുള്ള കൊച്ചിനെ കാണുമ്പോൾ ഇയാൾക്ക് കാമവിചാരം ഉണ്ടാവണമെങ്കിൽ ഇയാൾ എന്ത് വലിയ കാമഭ്രാന്തനായിട്ട് വേണം. ഇയാളെ ഒരു യഹൂദ സ്ത്രീ വിഷം കൊടുത്ത് കൊന്നു എന്നാണ് പറയണത്. ഇയാളെ വിഷം കൊടുത്ത് കൊന്നില്ലെങ്കിലേ അതിശയമുള്ളൂ. അത്രയും വലിയ കാമഭ്രാന്തനാണ് ഇയാൾ. പക്ഷെ എന്താ പറയുക, നമ്മുടെ ബാലേന്ദ്ര മേനോനേക്കാളും വലിയ കാമഭ്രാന്തൻ. കാരണം ബാലേന്ദ്ര മേനോൻ ഇപ്പോൾ മറ്റേ മീനു മുനീറും ലേനയും കൂടി ബാലേന്ദ്ര മേനോൻ്റെ ഒരു റൂമുണ്ട്, റൂം നമ്പർ 501 ഒരു ഹോട്ടലിൽ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ബാലേന്ദ്ര മേനോൻ 3 പെണ്ണുങ്ങൾ തുണിയില്ലാണ്ട് കിടക്കണം. ബാലേന്ദ്ര മേനോൻ അതിൻ്റെ നടുക്ക് തുണിയില്ലാണ്ട് കിടക്കണം. എന്നിട്ട് ഇവർ 3 പേരുമായിട്ട് ബന്ധപ്പെടുന്ന കാഴ്ചയാണ് കണ്ടതെന്ന് പറഞ്ഞു. എന്നിട്ട് എന്താ പറയുക, ഇവരോട് പറഞ്ഞത്രേ, ഈ മീനു മുനീറിനോടും ലേനനോടും തുണി അഴിക്കാൻ പറഞ്ഞത്രേ. അപ്പം അവരഴിച്ചില്ല. അപ്പോൾ തന്നെ ബാലേന്ദ്ര മേനോൻ സ്വയംഭോഗം ചെയ്തിട്ട് സ്ഖലനം വന്നപ്പോൾ ഇവരുടെ ദേഹത്തോട്ട് ഈ ശുക്ലം തെറിപ്പിച്ചു വിട്ടു. എന്തൊക്കെ ഊളക്കഥയെന്ന് പറഞ്ഞതറിയോ? അപ്പോൾ ബാലേന്ദ്ര മേനോനേക്കാളും മോശക്കാരനല്ലേ മുഹമ്മദ്? ബാലേന്ദ്ര മേനോൻ ഒന്നുമില്ലെങ്കിലും പ്രായപൂർത്തിയായ ആൾക്കാരായിട്ടല്ല, ഇത് കൊച്ചു പിള്ളേരായിട്ട്. എന്താ പറയുക? പിന്നെ ഈ സ്വർഗം എന്ന് പറഞ്ഞാലില്ലേ, ഇപ്പോൾ ഈ ഹൂറികളെന്ന് പറഞ്ഞാൽ ഒരുമാതിരി എല്ലാ മതത്തിലും ഉണ്ട് ഹൂറികൾ. സ്ത്രീ സുഖമില്ലാത്ത സ്വർഗം എന്ത് സ്വർഗം? സുഖം എന്ന് പറഞ്ഞാൽ തന്നെ സ്ത്രീ സുഖമല്ലേ?
മറ്റെല്ലാ സുഖങ്ങളിലും മേലെയല്ലേ സ്ത്രീ സുഖം. അപ്പോൾ സ്വർഗം എന്ന് വെച്ചാൽ സുഖിക്കാനുള്ള സ്ഥലം, അതാണല്ലോ സ്വർഗം. അപ്പോൾ സ്ത്രീ ഇല്ലാത്ത സ്വർഗം. അപ്പോൾ ഹൂറി എന്ന് പറയണത് ഇപ്പം മുസ്ലിങ്ങൾക്ക് 72 ഹൂറിയാണെങ്കിൽ ക്രിസ്ത്യാനികൾക്കുണ്ട് ഹൂറികൾ. ഇപ്പം എനിക്ക് വേണ്ടിയും ദൈവവചനത്തിനും വേണ്ടി സ്വന്തം ഭാര്യയും പാടവും നിലവും മാതാപിതാക്കളെയൊക്കെ ഉപേക്ഷിച്ച് പോകുന്നവർക്ക് 100 മടങ്ങായിട്ട് ഞാൻ തിരിച്ചു തരും എന്ന് യേശു പറയുന്നുണ്ട്. അപ്പോൾ 100 ഭാര്യ കിട്ടുമെന്നല്ല എൻ്റെ അർത്ഥം. അപ്പോൾ ഇസ്ലാമിൽ 72 ഹൂറിയാണെങ്കിൽ ക്രിസ്ത്യാനികൾക്ക് 100 ഹൂറി ഉണ്ടെന്നല്ല എൻ്റെ അർത്ഥം. 28 ഹൂറി കൂടുതലാണ് ക്രിസ്ത്യാനികൾ. നോക്കൂ, ഹൂറി ഇല്ലാത്ത ഒരു മതം അതിന് നിലനിൽപ്പില്ല. മനസ്സിലായോ? ഇപ്പോൾ ഹിന്ദു മതമാണെങ്കിൽ അപ്സരസുകളുണ്ട്, അത് ഹൂറികളല്ലേ? ഹൂറികൾ തന്നെയാണ് അപ്സരസുകൾ. മനസ്സിലായോ? സ്വർവേശ്യകൾ എന്നാണ് അവരെ വിളിക്കുന്നത്, സ്വർഗത്തിലെ വേശ്യകൾ. മനസ്സിലായോ? മേനക, രംഭ, തിലോത്തമ എന്നൊക്കെ പറഞ്ഞ പേരുകളുണ്ട്. അപ്പോൾ എല്ലാ മതത്തിലും ഹൂറികളുണ്ട്. ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഖുറാനിൽ ഹൂറികളെ കിട്ടണമെങ്കിൽ നിങ്ങൾ ജിഹാദ് ചെയ്യണം, മറ്റുള്ളവരെ കൊല്ലണം, ലോകം മുഴുവനും പോയി ഇസ്ലാമാക്കണം. സനാതനധർമ്മത്തിൽ ഹൂറികൾ അങ്ങനെയല്ല കിട്ടണത്, സൽക്കർമ്മം ചെയ്യുന്നവർക്കാണ് കിട്ടണത്, ആളുകളെ കൊല്ലുന്നവർക്കല്ല. മനസ്സിലായോ? അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്, അതും കൂടി ഒന്ന് പറഞ്ഞു വെച്ചേക്കട്ടെ. അപ്പോൾ ഹൂറി ഇല്ലാത്ത മതത്തിന് നിലനിൽപ്പില്ല. ഇപ്പം നോക്കൂ, ഒരു സിനിമ ഒരു മസാല വേണ്ടേ? മസാല എന്ന് പറയുമ്പോൾ ഒരു ഐറ്റം സോങ് വേണം. അപ്പോൾ ജനങ്ങൾ അതൊക്കെ കാണുക, ഏതെങ്കിലും കുറേ പെണ്ണുങ്ങൾ തുണിയില്ലാണ്ട് ഇന്ന് ഡാൻസ് ചെയ്യണം, അതല്ല ഐറ്റം സോങ് എന്ന് പറഞ്ഞത്. ഈ ഐറ്റം എന്ന് വെച്ചാൽ ഈ പെണ്ണിനെയാണ് ഈ ഐറ്റം എന്ന് പറയണത്, സാധനം. അപ്പോൾ സ്ത്രീ എന്ന് പറയണ ഒരു ലൈംഗികതയ്ക്ക് മാത്രം ഉപയോഗിക്കുന്ന ഒരു പൊരുളായി മാറി അവിടെ ഇല്ലേ? അതുകൊണ്ട് ഐറ്റം എന്ന് പറഞ്ഞാൽ, ഐറ്റം എന്ന് വെച്ചാൽ സാധനം എന്നാണ് അർത്ഥം. അപ്പോൾ ഒരു മസാല പടം എന്ന് പറയുമ്പോൾ ഒരു ഐറ്റം സോങ് ഉണ്ടാവും. അതുപോലെ തന്നെ ഈ സ്വർഗത്തിൽ ഹൂറികൾ. മനസ്സിലായോ? ഐറ്റം സോങ് ഉണ്ടെങ്കിൽ എന്താ, ഇപ്പോൾ പോസ്റ്റർ അടിക്കുമ്പോൾ, ഒരു സിനിമയുടെ പോസ്റ്റർ അടിക്കുമ്പോൾ നമ്മുടെ പണ്ടാണെങ്കിൽ അനുരാധ അങ്ങനെയൊക്കെ കുറേ സ്ത്രീകളുണ്ടായിരുന്നു ഇങ്ങനെ ഐറ്റം സോങ് ചെയ്തിരുന്ന. ഇപ്പോൾ അത്തരം സ്ത്രീകളില്ല. ഇപ്പം നായികമാർ തന്നെ ഐറ്റമായി മാറി. അതുകൊണ്ട് അത്തരം സ്ത്രീകൾക്കൊന്നും ഇപ്പോൾ ഡിമാൻഡില്ല. അപ്പോൾ ഈ നായിക തുണിയില്ലാണ്ട് ഈ ഐറ്റം സോങ്ങിൽ ഡാൻസ് ചെയ്യണത്, അതിൻ്റെ ഒരു പിക്ചർ എടുത്ത് സിനിമ പോസ്റ്ററിൽ അതങ്ങനെ കാണിക്കും. അപ്പോൾ അത് കാണുമ്പോൾ ആൾക്കാർ നോക്കുമ്പോൾ കൊള്ള, ഈ ഐറ്റം കൊള്ള, അപ്പോൾ ഈ പടം കാണാം. മനസ്സിലായോ? അങ്ങനെയാണ് സിനിമ കാണാൻ പോകണം. പലരും പുരുഷന്മാരാണ് ഇത്. ഇതിൽ ഏറ്റവും വലിയ കോമഡി എന്നാണ് പറയുക, ഈ സ്വർഗത്തിൽ ഹൂറിമാർ മാത്രമേ ഉള്ളൂ. അപ്സരസുകളുണ്ട്, സ്വർവേശ്യകളുണ്ട്, പക്ഷേ പുരുഷന്മാർ ഇല്ല. അപ്പോൾ സ്ത്രീകൾ സ്വർഗത്തിൽ പോകില്ല. സ്ത്രീകൾക്ക് സ്വർഗമില്ല, പുരുഷന്മാർക്ക് മാത്രം സ്വർഗം. സ്വർഗത്തിലാണെങ്കിൽ കംപ്ലീറ്റ് പെണ്ണുങ്ങളാണ്. ഈ പരിപാടി തന്നെ പരിപാടി. ഇതെന്ത് സ്വർഗമാണ് പോയത്? ഈ സ്വർഗത്തിന് എൻ്റെ നോട്ടത്തിൽ ഈ സ്വർഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ ലാസ് വെഗാസില്ലേ, കാസിനോയും പ്രോസ്റ്റിറ്റ്യൂട്ട്സും, അതാണ് സ്വർഗം. സ്വർഗം എന്ന് പറഞ്ഞാൽ ലാസ് വെഗാസാണ്. ലാസ് വെഗാസ് എന്ന് പറഞ്ഞാൽ ലാസ് വെഗാസിൻ്റെ ഒരു വലിയൊരു പതിപ്പ്, അതാണ് സ്വർഗം. അപ്പോൾ മനുഷ്യർ സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നത് അവിടെ പോയിട്ട് ഇങ്ങനെ പരിപാടി ചെയ്ത് മരിക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. ഇല്ല, മരിക്കുകയില്ല, ഇറ്റേണലായിട്ട് ഇങ്ങനെ സെക്സ് ചെയ്തുകൊണ്ടേയിരിക്കുക. എന്തൊക്കെ ഐഡിയാസാണെന്ന് ആലോചിക്കണേ. മതത്തിന് ആളെ ചേർക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ഉടായ്പ പരിപാടികൾ. ഹൂറികൾ മാത്രം പോരാ, പെണ്ണുങ്ങളെയും സ്വർഗത്തിൽ കൊണ്ടുപോകണം, അവർക്ക് ഹൂറന്മാരെയും കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ അതിലൊരു ന്യായം ഉണ്ടായിരുന്നേ. ഇത് ആണുങ്ങൾക്ക് മാത്രം ഹൂറികൾ, പെണ്ണുങ്ങളെന്തോ ചെയ്യും? എന്താ പറയുക? ഇത്ര ഊളക്കഥകൾ, ഇതൊക്കെ നിർത്തേണ്ട കാലം കഴിഞ്ഞു. മനസ്സിലായി? ഇത് നിർത്തേണ്ട കാലം. ഈ വൃത്തികെട്ട ഇപ്പം ഈ മീനു മുനീർ വന്നിട്ട് എല്ലാത്തിനും കുറ്റം പറഞ്ഞ സകല ആൾക്കാർ, മണിയമ്പിള്ള രാജു, ജാഫർ ഇടുക്കി,
ബാലേന്ദ്ര മേനോൻ, പിന്നെ ജയസൂര്യ, അങ്ങനെ 10-25 പേരുടെ പേര് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. മനസ്സിലായി? ഇതെന്താണെന്നറിയോ? ആദ്യം തന്നെ വേണ്ടത്, ഒരു സ്ത്രീ പീഡിപ്പിക്കപ്പെട്ടാൽ അവൾ ഉടനെ തന്നെ പരാതിപ്പെടണം. അല്ലാണ്ട് 20 കൊല്ലം കഴിഞ്ഞിട്ടല്ല പരാതിപ്പെടേണ്ടത്. മനസ്സിലായി? ആ നിയമമാണ് ആദ്യം മാറ്റേണ്ടത്. അല്ലെങ്കിൽ പിന്നെ ഈ സ്ത്രീ എന്താ പോലെ കോമ സ്റ്റേജിൽ കിടക്കണമായിരുന്നു, അങ്ങനെ വല്ലതും ആണെങ്കിലും ഓക്കെ, അവൾക്ക് പരാതിപ്പെടാൻ പറ്റാത്ത അവസ്ഥയായിരുന്നെങ്കിലും ഓക്കെ. ഇതങ്ങനെയല്ലല്ലോ ഭായി, ഇതങ്ങനെയല്ലല്ലോ. ഇതിപ്പോൾ എല്ലാ സിനിമാ നടന്മാരെ നാറ്റിക്കണം ഈ മീനു മുനീരു വന്നിട്ട്. നമ്മുടെ മറുനാടൻ പറഞ്ഞു ഇവർ ഫ്രോഡാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ പറയണതാണ് മറുനാടനെ പറ്റി. മറുനാടനെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ അടിച്ചവൻ്റെ പല്ല് ഞാൻ താഴെ ഇടുന്നു. അപ്പോൾ ഇവരെന്തൊരു വൃത്തികെട്ട സ്ത്രീയാണ്. നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞ സ്ത്രീയെ പോലെയാണോ ഇവർ സംസാരിക്കണത്? ആണോ? യാതൊരു നാണമില്ലാണ്ട് സകല വൃത്തികേടും വിളിച്ചു പറയുന്ന സ്ത്രീയാണ് ഇവർ. ശരിക്കും പറഞ്ഞാൽ ഇവരെയാണ് ആദ്യം പൊക്കിയാകത്തുണ്ട്. ഇല്ലേ? നന്ദി, നമസ്തേ, ഹർ ഹർ മഹാദേവ്.